84 കാലഘട്ടങ്ങളിൽ ഒരു 3 ലക്ഷം വാഹനമായിരിക്കാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു ആവറേജ് കണക്ക് ഒരു 3 ലക്ഷം വാഹനങ്ങൾ. എന്നാൽ അത് 2025 വന്നപ്പോൾ 26 വന്നപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 2 ലക്ഷം വാഹനങ്ങളോടും രജിസ്റ്റർ ചെയ്തു എന്നാണ് കണക്ക്. അപ്പം അത്രത്തോളം വാഹനപ്പെരുപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആ വാഹനപ്പെരുപ്പം വരുമ്പം 2019 മുൻപും ശേഷവും എന്ന് നമ്മളിതിനെ തരംതിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. 2019 നമുക്ക് കൊറോണ വന്ന് നമ്മൾ ലോക്ക്ഡൗൺ ആയിപ്പോകുന്നു. ആ കാലഘട്ടങ്ങളിൽ ഈ വീട്ടിലിരുന്ന എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചു. എല്ലാ വീടുകളിലും ഒരു 2 വീലറെങ്കിലും എന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം സ്വന്തം കാര്യത്തിന് പോകാനായിട്ട് ഒരു 2 വീലർ വേണം. അങ്ങനെ 2 വീലർ ഒരെണ്ണം ഉണ്ടായിരുന്നയാൾ രണ്ടാമൊരെണ്ണം കൂടെ വാങ്ങി. സൈക്കിളുമായിട്ട് നടന്നയാൾ ഒരു 2 വീലർ വാങ്ങി. കാറില്ലാത്തവർ എവിടുന്നെങ്കിലും ഒരു പഴയ കാറ് വാങ്ങി. അങ്ങനെ എല്ലാ വീടുകളിലും വാഹനമായി. അതുതന്നെ ആ കാലഘട്ടത്തിൽ ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരുന്ന കൊച്ചു കുട്ടികൾ വരെ വാഹനം ഓടിക്കാൻ പഠിച്ചു. അതാണ് അതിൻ്റെ സത്യം. എല്ലാവർക്കും വാഹനം ഓടിക്കാം. ഒരു സ്കൂട്ടർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ മെക്കാനിക്കൽ സംഭവമൊന്നുമല്ല. ഒരു സൈക്കിൾ ബാലൻസ് ഉള്ള ഒരാൾക്ക്, ഒരു നല്ല മാനസിക തൻ്റെ ഇടമുള്ള ഒരാൾക്ക് ഒരു സ്കൂട്ടർ ഓടിച്ച് നടക്കാം. കുഴപ്പമില്ലാത്ത കാര്യമല്ല. ഒരു ബൈക്ക് ഓടിക്കുക അതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ വാഹനങ്ങളെല്ലാം നമ്മൾ ഓടിക്കുമ്പം ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ അറിവ് വേണം. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ ചെല്ലുമ്പം നമ്മൾ ആ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ വാഹനത്തിന് എന്താണ് സംഭവിക്കുന്നത്, ക്ലച്ച് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് റിയർ ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ആ വാഹനത്തിന് സംഭവിക്കുന്നത്, ക്ലച്ച് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ വാഹനത്തിന് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ നമ്മൾ റോഡിൽ വാഹനം ഇറക്കിയാൽ അപകടത്തിൽ ഉറപ്പായ കാര്യമാണ്. നമ്മൾ ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. നല്ല ഡ്രൈവിംഗ് സ്കൂളുകളിൽ, അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നല്ല ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിക്കണം. കാരണം നമ്മളെ ഒരാൾ ഡ്രൈവിംഗ് ഏത് വാഹനം ഓടിക്കാനാണ് ഒരാൾ പഠിപ്പിക്കുന്നത്, അയാളാണ് നമ്മളിലേക്ക് വരുന്നത്. അയാളുടെ തെറ്റുകളും ശരികളുമാണ് നമ്മൾ ആവർത്തിക്കുന്നത്. കൃത്യമായ നല്ല ശിക്ഷണത്തിൽ ഒരു ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ കൃത്യമായ റോഡിൽ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കും. 99% കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒന്നീ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തിൻ്റെ വാഹനത്തിലാണ്, അല്ലെ അവൻ്റെ കൂട്ടുകാരനെ പഠിപ്പിച്ച്. ആ പഠിപ്പിച്ചവരെല്ലാം ആവർത്തിക്കുന്ന തെറ്റുകൾ ഈ കുട്ടികളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.